തമ്പുരാനെ, അത് വാങ്ങാൻ എന്തിനാ എത്ര വലിയൊരു കടിക്ക് വന്നേ? കുട്ടിയൊക്കെ കളിച്ചാൽ എല്ലാ കളിപ്പാട്ടങ്ങളും ഉണ്ട് ഇവിടെ. ഇവിടെ ചോദിച്ചാ മതി. ചോദിച്ചടങ്ങി നിക്കേ. ഹലോ, ഈ വാല് രണ്ടും ഇങ്ങനെ തൂങ്ങിയിട്ട് അയിമ ഇങ്ങനെ നെക്കിയ ചെവി ഇങ്ങനെ പൊന്തുന്ന സാധനല്ലോ. എന്തേ ഈ അർമാഫാണ് പറയണ. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മള് നാളെയും കാണണ്ടേ? ക്ലാസ്സിൽ പഠിക്കുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും പക്ഷേ ഇപ്പൊ പോരണ്ടായില്ല. എന്നാല് മേഡത്തിന്റെ ഇടവത്തിലൊക്കെ ഇത് കിട്ടുള്ളൂ. നമുക്കൊക്കെ കിട്ടും. അത് എവിടെയാണ്? ഇതാണ് ഉദ്ദേശിച്ചത്. ആ ഇതന്നെ കിട്ടി. തോൽവി. എന്നാൽ എന്തുകൊണ്ട് നമ്മൾ തോറ്റു? ഒരു നാറികൾ വോട്ട് ചെയ്തില്ല, അത് തന്നെ. ഞാൻ എങ്ങനെയാ മറ്റുള്ള പെണ്ണുങ്ങളെ മുഖത്തോ? അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ക്ലാസ് പഠിക്കുമ്പോ എന്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം, മുട്ടയും കുട്ടി തട്ടിയിട്ട് വാപ്പാ ഇനിയും കടന്നുറങ്ങാലോ. എനിക്ക് നടക്കാനൊക്കെ വയ്ക്കൂലേ? ഇജ്ജ് പീടിയേക്ക് നിജ്ജ് പോയിക്കൊണ്ടിട്ടോ. ഇപ്പൊ ഇതൊന്നും വാങ്ങിയാണി. അല്ല, മോനത് വേണമെന്ന് പറഞ്ഞു. ഓ, അങ്ങനെ പലതും അതാലോചിക്കുമ്പോ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ മത്സരിക്കണ്ട എന്നിട്ട് നിങ്ങളത് കേട്ടോ? ഞാൻ ജയിക്കാത്ത പോട്ടെ, നിങ്ങളെന്താ ജയിക്കാഞ്ഞ്? അത് പിന്നെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് നാണമില്ലേ ഇങ്ങനെ പറയാൻ? നാണമില്ലേ ഇങ്ങനെ പറയാൻ? നമ്മൾ നാളെയും കാണണ്ടേ? ഓന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തലച്ചോറ് മെച്ചപ്പെടുന്ന കളിപ്പാട്ടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. കുട്ടികളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സ്പെഷ്യലി ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ. എന്തൊക്കെ ഡിസംബർ മാസമല്ലേ, എന്റെ വോട്ടർമാർക്കൊക്കെ മഞ്ഞ് കൊണ്ട് പനിയേനും. എന്നാലുണ്ടോ ഇങ്ങനെ നാണം കെട്ടൊരു തോൽവി? സരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? ഇങ്ങനെയൊന്നും പറയരുത്. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട്. ഇങ്ങോട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ നല്ലത് കണ്ടോ? റൈറ്റോ തെറ്റോ? റൈറ്റോ തെറ്റോ? റൈറ്റോ തെറ്റോ? തെറ്റി. അവന്മാർ ആഘോഷിക്കുക. പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഇങ്ങനെയൊന്നും പറയരുത്. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. പാടച്ച തമ്പുരാനെ, എന്താ ഇവിടെ കളിച്ചു കൊടുക്കണേ? സർ, ആക്ച്വലി ഇത് നമ്മുടെ കുട്ടികളുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്കിൽസ് നമുക്ക് അനലൈസ് ചെയ്യാനും അതേപോലെ തന്നെ വിചാരിച്ചിട്ടാ ഞാൻ 4 കോയിനെ വിറ്റിട്ട് ലഡുവിന് ഓർഡർ കൊടുത്തത്. ആ കാലൊറിഞ്ഞ് കിടക്കുന്ന ഇസ്മായിലിന്റെ വീട്ടിലെ പോയി ലക്ഷം പിന്നാലെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സെന്റർ ആണ് നമ്മുടെ ജീനീസ് ലാബ് എന്ന് പറയുന്നത്. തന്നെ അന്നെന്നാ ഇടക്കിടക്ക് കൊണ്ടുവരണം. എന്റെ തലച്ചോറ് ഇവിടുന്നേര് ശരിയായ കഴിച്ചിലായിരുന്നു. കൊണ്ടുവന്നിട്ടാ ഞാൻ പോയി വോട്ട് ചെയ്യിപ്പിച്ച്. ആ ഇസ്മായിൽ വോട്ട് ചെയ്താൽ നീ ജയിക്കാനോ? നിനക്ക് ആകെ കിട്ടിയ 120 വോട്ടല്ലേ? പിന്നെ നമ്മളങ്ങനെ പുറത്തിറങ്ങി നടക്കൂ. പറഞ്ഞാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. എടോ ഉത്തമ, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. ടീച്ചർ ശരിയാക്കി തന്നല്ലേ. വാ ഇപ്പൊ ഇങ്ങോട്ട് നോക്കി. ഞാൻ ബൈക്ക് വാങ്ങി. അതിന് എന്റെ അടുത്ത് പൈസ. ബസ് വിളിച്ച് എങ്ങോട്ടെങ്കിലും ടൂർ പോവാ. സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് കൊണ്ട് വന്നാ മതി. എല്ലാരോടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇലക്ഷനിൽ എന്തുകൊണ്ട് നമ്മൾ തോറ്റു? ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ്. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം തോൽപ്പിച്ച മോശമായടാ. നിങ്ങൾ തോറ്റാ മതി. എന്റെ കുറ്റി ഞാൻ വിളിച്ചാണ്ട് പൈസ കൊടുക്കണല്ലോ. ഏതാ 111 റുപ്യ? അതിനൊന്നും ഈ വണ്ടി കിട്ടൂല.
അത് മാത്രല്ല ഇപ്പച്ചിന്റെ പൈസ ഇതാ. ആരും വോട്ട് ചെയ്യായിട്ട് അതൊന്നും അല്ല, ജനങ്ങളുണ്ടല്ലോ പണ്ടത്തെ പോലെ കഴുതകളല്ല. നമ്മൾ ഇലക്ഷൻ ഇറങ്ങുമ്പോ ഓരോ വീടുകളിൽ ചെന്ന് ചെയ്യരുത്. മനസ്സിലായോ? ഒരു കാര്യം ഞാൻ പറയട്ടെ, പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ കുഞ്ഞാപ്പോ ഇജ്ജ് പറഞ്ഞ മാതിരി തന്നെ ഇവിടെ കുറച്ചൊന്നല്ല കളിപ്പാട്ടോ. നടന്ന് കൊയങ്ങിട്ടിരിക്കല്ലേ ഇനിയിപ്പൊ ചിരിത്തോളാം. കുട്ടികളെ ചന്തയായി കൊടുത്തും ആ തുണി അലക്കി കൊടുത്തും ചെന്ന് കഴിഞ്ഞാലൊന്നും ഇന്നത്തെ ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്യൂല. തമ്മിലടിയും കുതികാലും. നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും, കുഴി വെട്ടിക്കൊടുക്കും. ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാലും ആദ്യ അവസാനം നമ്മളവിടെ ഉണ്ടാവും. ഡോക്ടറെ വിളിക്കാനും വോൾട്ടീനെ എനിക്ക് ഞാൻ കാട്ടിത്തരാട്ടോ. പടച്ചോനെ ഇജ്ജല്ലത്. അത് പാവക്കുട്ടി ഒഴിവാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നറിയണം. എന്നാലേ ജനങ്ങളെ അധികാരം നമ്മളെ കയ്യിലേക്ക് ഏൽപ്പിക്കുള്ളൂ. അതാദ്യം മനസ്സിലാക്കി ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും. ഇപ്പോഴതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RDP അടിത്തറ ഇല്ലെന്ന്. നിങ്ങളോട് അവിടെ ഇരിക്കാനാ പറഞ്ഞത്. ഇമ്മേലുട്ടാപ്പിന്റെ എന്നെ പട്ടിന്ന് വിളിച്ച ഞാൻ ഇനിയും പൊക്കും. ഇല്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ഇപ്പച്ചി കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കൊമ്പങ്ങാട്ട് കൊണ്ടുപോയി. എന്താ അറിയോ, അനക്കും കൊമ്പുണ്ട് ഇച്ചും കൊമ്പുണ്ട്. അല്ലാ കെട്ടി കുട്ടിയ ഉമ്മ വെക്കണ്ട. ഇതിട്ടോ INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി, അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വോയിസിന്റെ കടയാണ് ഇതിനുള്ളിൽ നിറച്ച് ഈ പള്ളിയുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കണം. ആസ്പത്രിയായിട്ടുണ്ടാവും. കുട്ടികൾക്കുള്ള മാത്രമല്ല, പ്രഗ്നന്റ് ആവുന്നത് മുതൽ കുട്ടിക്ക് 14 വയസ്സാകുന്നത് വരെയുള്ള എല്ലാ സാധനത്തിനും വന്നാൽ മതി. അത് പറയണ്ടെന്നാല് ഞാൻ നമ്മുടെ പെറ്റെടുക്കാനുള്ള സൗകര്യം ഉണ്ട് ചാച്ചി. ഇപ്പച്ചിയാ ആ ഇവിടെ വരി. പടച്ച തമ്പുരാനെ എവിടുന്ന് ഇലക്ഷനിൽ എവിടെ നടത്തേണ്ടി സെക്കൻഡ് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ നമുക്ക് ഈ ലുട്ടാപ്പിന്റെ പല പെരിയും കൊണ്ടോണം. ആ ഇങ്ങനത്തെ ഒന്നിന് ആദ്യം തന്നെ ഞാൻ നോക്കണ്ടല്ലോ. പിന്നെ ഇങ്ങനത്തെ ഒന്നും ചേരൂല. 9ാം ക്ലാസ്സിലും പാപ്പി പൊട്ടി. എനിക്ക് കാണാൻ പറ്റില്ല, അങ്ങോട്ട് മാറിക്കും. 9ാം വാർഡിലും പാപ്പി പൊട്ടി. അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. 9ാം വാർഡിലും പാപ്പി പൊട്ടി. പാപ്പി കരപ്പേലായേ. പാപ്പി പൊട്ടിയപ്പം വാണം പൊട്ടി.